നമസ്കാരം, ഞാൻ മൃണാൽ. തമിഴ്നാട്ടിലെ നട്ടുച്ച പൊരി വെയിലാണ്. ഇത്തിരി കഴിഞ്ഞിവിടെ നല്ല മഴ പെയ്യാൻ പോവാണ്. നല്ല വിശപ്പാണ്. തിരക്കുള്ള റെസ്റ്റോറൻറ്റ്. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? പപ്പടം വെച്ച് നോക്കുമ്പോൾ പൂരി ഭയങ്കര ചെറുതാണ്. അതോ പൂരി വെച്ച് നോക്കുമ്പോൾ പപ്പടം വലുതാണ്? ഇതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ആക്ച്വലി പൂരി ചെറുതല്ല, പപ്പടം വലുതാണ് അല്ലേ? ഇതാണ് പൊട്ടളം. പൊട്ടളം എന്ന് പറഞ്ഞാൽ പൊതി. മഷ്റൂം ബിരിയാണി, വഞ്ചന, വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുന്നൊരു സാധനം ഈ ലോകത്തിലില്ല. ഞാൻ ചെയ്യരുത്. ദാറ്റ് ഈസ് ക്രിമിനൽ ആക്ടിവിറ്റി. ഇതിവിടെ ഇരുന്നോട്ടെ. നല്ല ഇല. ഇത് കുറുമയാണല്ലോ. ഇവിടെ ഇരുന്നോട്ടെ. നോക്ക്, വെജിറ്റബിൾ ബിരിയാണി. എന്തൊരു കഷ്ടമല്ലേ. ഇവിടെ മട്ടനും ചിക്കനും ഒന്നും കിട്ടാനില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇത് വീട്ടിൽ റെസ്റ്റോറൻ്റാണ്. പറയുമ്പോൾ എല്ലാം പറയുന്നത് നല്ല മണമൊക്കെ ഉണ്ട്. വെജിറ്റേറിയൻസിനെ ചിലപ്പോൾ ഇത് ഭയങ്കര സൂപ്പറായിരിക്കും. പക്ഷെ നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം വെജിറ്റേറിയൻ ബിരിയാണിയൊന്നും ഇല്ലെന്നും. അത്രയും നല്ല കുറുമ അതിൻ്റെ കൂടെ ചേർന്നപ്പോൾ വെറുതെ അതും പോയി. ഒരു പൊറോട്ടയും കൂടി കഴിക്കായിരുന്നു. ഇഷ്ടംപോലെ മഷ്റൂം ഉണ്ട്. ചോറ് കഴിച്ചാൽ മതിയായിരുന്നു. അപ്പുറത്തൊരു സ്ത്രീ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട് മേടിച്ചത്. നല്ലതൊക്കെ ആയിരിക്കും വെജിറ്റേറിയൻസിന്, പക്ഷേ നമ്മൾ വെജിറ്റേറിയൻ അല്ലല്ലോ. ഈ വെജിറ്റേറിയൻസ് ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ എങ്ങനെ ജീവിക്കും എനിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യാനികൾ നോമ്പെടുക്കും, അതെനിക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ 40 ദിവസം 40 ദിവസം 50 ദിവസം കഴിഞ്ഞാൽ വെജിറ്റേറിയൻ പിന്നെ കഴിക്കണ്ടെന്നുള്ളൊരു ബോധം ഇരിക്കണ്ടല്ലോ. എന്നാലും ഇവരിതെങ്ങനെ എടുക്കുന്നു? ഐ മീൻ വെജിറ്റേറിയൻസ് ആജീവനാന്ത നോമ്പ്. നോക്കണ്ട, ഒരു കാര്യമില്ല. ഒരു കാര്യമുണ്ട്. ആക്ച്വലി റൈസ് സ്പെഷ്യൽ എന്തുകൊണ്ടൊരു വീട്ടിൽ ബിരിയാണി തുടങ്ങിക്കൂടാ? ആ അരിയും ആ ഒരു മസാലയും ഒക്കെ വെച്ചിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി ഞാൻ കഴിക്കേണ്ട വെച്ചാൽ പോലെ അല്ലേ? ചിലപ്പോൾ നടക്കും. വെജിറ്റബിൾസ് എന്തെങ്കിലും കഴിക്കണ്ടേ അല്ലേ? ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു രക്ഷയില്ല. ഞാനില്ല, റിട്ടയർഡ് ഹട്ട്. ഈ ഏരിയ മുഴുവൻ ഞാൻ തീർത്തിട്ടുണ്ട്. ഇത് അതുപോലെ ഉണ്ട്. അവർക്ക് തീർത്തു. എങ്ങനെ സാധിക്കുന്നുണ്ടോ? അയാളെ വന്ന് അൺലിമിറ്റഡ് ആയിട്ട് പൂരി കൊടുക്കണം. കണ്ടിട്ട് സഹിച്ചില്ല. ഉള്ള കറണ്ട് പോയി, കുഴപ്പമില്ല. എന്നെ വിളിച്ചുകൊണ്ട് കറണ്ട് വന്നല്ലോ. വെജിറ്റേറിയൻ ബിരിയാണി വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഒക്കെ ഉണ്ടോ? അൾട്ടിമേറ്റ് ഫുഡ്. ഞാൻ റിട്ടയർഡ് ഹട്ടായിരുന്നു. ഞാൻ പൂരി കഴിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ആ പപ്പടും കൂടെ ചേർത്തപ്പം ഓ
റെസ്ക്യൂ ഓപ്പറേഷൻ പരാജയപ്പെട്ടു.